ട്രീറ്റ്മെന്റ് എടുത്തിട്ടും മാറ്റമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും. അധികം ആളുകളും അലർജിയുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ അലർജിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ ഒരു ഡയറി എടുക്കുക, സിംറ്റംസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, സിംറ്റം ഡയറി എന്ന് പറയും. അതിൽ തുമ്മല്, മൂക്കൊലിപ്പ്, കണ്ണു ചൊറിച്ചിൽ, നിങ്ങൾക്ക് എന്താണോ ഉള്ളത് എല്ലാ വിവരങ്ങളും എഴുതി വെക്കേണ്ടതാണ്. എന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, അതിൽ ഓരോന്നിലും മാറ്റമുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് നോക്കുക. അലർജി ഉണ്ടാക്കുന്നത് എന്താണോ കാരണം, അതിന് ഇപ്പോൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അലർജിയുടെ ബുദ്ധിമുട്ടുണ്ട്, അത് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലർജി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയാണ്. അലർജി കാരണം പ്രോപ്പർ ആയിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരാൾക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ അലർജി കുറഞ്ഞു വരുന്നു. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആക്ടിവിറ്റിയാണ്. അലർജി കാരണം പ്രോപ്പർ ആയിട്ട് റെഗുലർലി ചെയ്തിരുന്ന ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് അവരുടെ ആക്ടിവിറ്റി ഒക്കെ നല്ല രീതിയിൽ ചെയ്യാനും കൂടുതൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഇത് മരുന്ന് ഇടക്ക് ബ്രേക്ക് ആയിട്ട് പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങളുടെ അലർജി കുറയുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം മാറ്റമുണ്ട് എന്നുള്ളത്. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും ഇത് ചെയ്യേണ്ടതാണ്. ഈ ഒരു മാറ്റങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ അറിയിക്കേണ്ടതുമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ അലർജി എത്രത്തോളം ഇംപ്രൂവ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങളുടെ അലർജി ട്രീറ്റ്മെന്റ് എടുക്കുന്ന മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യൂ.